ഓക്കെ, സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞതല്ലേ. നമ്മൾ ചാപ്റ്റർ 1 വരാൻ പറഞ്ഞു, അതേപോലെ അങ്ങനെ വന്നിട്ട് കുറച്ച് ആൾക്കാരൊക്കെ സ്കിപ്പ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. ഓക്കെ, ശരി. ഞാൻ പറഞ്ഞു ഈസി ചാപ്റ്ററാണ്, ഈസി പേപ്പറാണ്, റിലാക്സ്ഡ് ആയിട്ട് പോവാം. ഓക്കെ, യു ഗോട്ട് ദിസ്. സിമ്പിൾ സാധനമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലും ചാപ്റ്ററിൻ്റെ ഹെഡിങ്, ചാപ്റ്റർ നമ്പർ 1 ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റം എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എന്നെ കാണുന്നില്ല. ഓക്കെ, സോ ചാപ്റ്റർ നമ്പർ 1 ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റം മേലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, ഏത് ചാപ്റ്റർ നിങ്ങൾ തുറക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലൊരു ഹെഡിങ് കാണാം. അതിൻ്റെ താഴെ ബോൾഡായിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ടാവും എല്ലാ ചാപ്റ്ററിലും. ഇത് ഞാൻ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ. എല്ലാ ചാപ്റ്ററിലും എഴുതിയിട്ടുണ്ടാവും. ദിസ് ചാപ്റ്റർ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നോക്കാം. ദിസ് ചാപ്റ്റർ മെയിൻലി ഫോക്കസ് ഓൺ വാട്ട് ഈസ് ലോ ആൻഡ് ഹൗ ഇറ്റ് ഈസ് മെയ്ഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് അലോങ് വിത്ത് ദ ബേസിക് സ്ട്രക്ചർ ആൻഡ് പ്രോസസ്സസ് ഓഫ് ദ കോർട്ട് സിസ്റ്റം. ഈ ചാപ്റ്റർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ലോ, എങ്ങനെയാണ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതെങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ തന്നെ കോടതിയിലുള്ള ബേസിക് ആയിട്ടുള്ള പ്രോസസ്സുകളും കോടതിയുടെ ഒരു സ്ട്രക്ചർ. ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എക്സാമിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, എക്സാമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇത് ഇനീഷ്യലി ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലൊരു ഹെഡിങ്ങും ഉണ്ടാവും, ഇതുപോലൊരു 1 ലൈൻ ചാപ്റ്റർ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് എന്ന് പറയുന്നൊരു കണ്ടൻറ്റും ഉണ്ടായിരിക്കും, എല്ലാ ചാപ്റ്ററിലും ഉണ്ടായിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് മറ്റൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ള എസെൻഷ്യൽസ് നിങ്ങൾക്ക് കാണാം, എല്ലാ ചാപ്റ്ററിലും ഉണ്ട്. ഓക്കെ, എന്തിനാണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾ റിവിഷൻ്റെ സമയത്ത്, റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ നോട്ട്സ് നോക്കിയിട്ട് ഓക്കെ ഈ ചാപ്റ്ററിൽ ഓക്കെ ലോ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ടൈപ്പ് ഓഫ് ലോ എന്താണെന്ന് പറയുന്നുണ്ട്, കോർട്ടിൻ്റെ ഓപ്പറേഷൻസും കോർട്ടിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്, സോഴ്സസ് ഓഫ് ലോനെ പറ്റി. അപ്പോൾ അങ്ങനെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഈ എസെൻഷ്യൽസ് വായിച്ച് മെമ്മറൈസ് ചെയ്ത് പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എസെൻഷ്യൽസ് കൊടുത്തിട്ടുള്ളത്. സോ ഈ 3 കാര്യങ്ങൾ, ചാപ്റ്ററിൻ്റെ ഹെഡിങ്, അതുപോലെ ആ ഒരു 1 ലൈനർ അല്ലെങ്കിൽ 2 ലൈനർ, ദെൻ അതുപോലെ തന്നെ എസെൻഷ്യൽസ്, ഇതെല്ലാ ചാപ്റ്ററിലും കോമൺ ആണ്. നിങ്ങൾക്ക് നോട്ട്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ക്ലിയർ? ശരി, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഞാൻ ഈ 3 കാര്യങ്ങളിൽ ചാപ്റ്ററിൻ്റെ പേരും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഈ 1 ലൈനറും മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, പറയുന്നുണ്ടാവുള്ളൂ. എസെൻഷ്യൽസ് അതുപോലെ തന്നെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തിൽ എന്ത് വരുന്നുണ്ട്, ഒരു സമ്മറി വരുന്നുണ്ട്. കാണിച്ചു തരാം, സമ്മറി വരുന്നുണ്ട്. ഈ സമ്മറിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പറയുന്നുണ്ടാവില്ല. കാരണം സമ്മറി ഒന്നുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളൊന്നും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം. സമ്മറിക്കൊരു പ്രത്യേകത ഉണ്ട്, സമ്മറിയിൽ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, സോ സമ്മറി സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? നോ. നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാർക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മാൻഡേറ്ററി ആണ്, 100% മാൻഡേറ്ററി ആണ് സമ്മറി നിങ്ങൾ കൃത്യമായി വായിച്ചിരിക്കണം. മിക്ക സ്റ്റുഡൻസും ചെയ്യുന്നൊരു കാര്യമാണ് സമ്മറി സ്കിപ്പ് ചെയ്യാന്നുള്ളത്. പക്ഷെ നമുക്കിത് ഇടാൻ പറ്റില്ല, നിർബന്ധമാണ് 100% മാൻഡേറ്ററി സമ്മറി പഠിച്ചിരിക്കണം, വായിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ? ശരി, സോ നമുക്ക് നോക്കാം. സോ ഞാൻ പറഞ്ഞു എസെൻഷ്യൽസും സമ്മറിയും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല, അത് നിങ്ങൾക്കുള്ള ജോലിയാണ്. ഓക്കെ, ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് നേരെ കിടക്കാം. ആദ്യം നിങ്ങൾ ജസ്റ്റ് നോട്ടൊന്നും ചെയ്യണമെന്നില്ല, വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക, അറിഞ്ഞു വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലേക്ക് അത്ര അങ്ങോട്ടൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ നോളജിലേക്ക് അറിഞ്ഞു വെക്കുക. ഇതറിഞ്ഞാൽ മാത്രമേ ബാക്കി ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ക്യാച്ച് ആവുള്ളൂ, കണക്റ്റ് ആവുള്ളൂ. പക്ഷേ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? നോ. അതുകൊണ്ടാണ് നമ്മളിത് ആഡ് ചെയ്തിട്ടുള്ളത്. എക്സാമിലേക്ക് ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാ സാർ എന്ന് ചോദിച്ചാൽ ഇതുണ്ടെങ്കിലേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? ജൂറിസ്ഡിക്ഷൻ, അതായത് നമ്മളെ ഏരിയ,
നമ്മൾ ഈ പഠിക്കുന്ന ലോ, UK ലോ എന്ന് പറയുന്നത് ഏതൊക്കെ ഏരിയാസിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ജൂറിസ്ഡിക്ഷൻ ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ ജൂറിസ്ഡിക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ഈ ഒരു ഏരിയ, നമ്മൾ റീജിയൻ, നമ്മളെ നിയമങ്ങൾ കവർ ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻ ഏതാണ് എന്നുള്ളതാണ് ജൂറിസ്ഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് ലോ ആണ് നമ്മളെ ഈ ഒരു ലോ, സിലബസ് ഈസ് ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് ലോ. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട്, വെയിൽസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ലൊക്കേഷൻസ്, ഏരിയാസ്, റീജിയൻസ്. കൂടാതെ സ്കോട്ട്ലാൻഡ്, നോർത്തേൺ അയർലാൻഡ് ഇവിടെയും കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവാം. ഹൗവർ അങ്ങനെയാണെങ്കിൽ കൂടി മെയിനായിട്ടുള്ള നിയമങ്ങളൊക്കെ എവിടെയാണ്, UK ഓൾമോസ്റ്റ് സെയിം ആണ്. UK എന്ന് പറയുമ്പോൾ എന്താ, യുണൈറ്റഡ് കിങ്ഡംസ് ആണ്. അവിടെ UAE എന്ന് പറഞ്ഞാൽ എന്താ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഒരുപാട് അറബ് രാജ്യങ്ങൾ കൂടിയതാണ് എന്ത്, UAE എന്ന് പറയുന്നത്. UAE എന്ന് പറയുന്നത് മൊത്തത്തിലൊരു കൺട്രിയാണ്. ഇതിൻ്റെ അകത്ത് വേറൊരു UAE ഉണ്ട്, അബുദാബി ഉണ്ട്, റാസൽ ഖൈമ ഉണ്ട്, അല്ലേ? അപ്പോൾ അറബ് എമിറേറ്റുകൾ, അവിടെ അവർ കൺട്രി എന്നുള്ള ടേം യൂസ് ചെയ്യുന്നതിന് പകരം അവർ എമിറേറ്റ് എന്നുള്ള ടേം യൂസ് ചെയ്തിട്ട് ഈ അറബ് എമിറേറ്റ്സുകളെ എല്ലാം യുണൈറ്റ് ചെയ്യിച്ചിട്ട് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ റീജിയനാക്കി അവർ കൺസിഡർ ചെയ്തു. അതുപോലെ കിങ്ഡംസ് ആയിട്ട് അവരെന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. UK സ്കോട്ട്ലാൻഡ്, നോർത്തേൺ അയർലാൻഡ്, വെയിൽസ്, ഇംഗ്ലണ്ട്, റൈറ്റ്? ഇതൊക്കെ കൺട്രീസാണ്. നമുക്ക് വേൾഡ് കപ്പ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ കാലഘട്ടം അല്ലേ? അപ്പോൾ അയർലാൻഡ് എന്ന് പറയുന്ന രാജ്യം നിങ്ങൾക്ക് കാണാം, സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന രാജ്യം നിങ്ങൾക്ക് കാണാം, വെയിൽസ് കാണാം, ഇംഗ്ലണ്ട്, അല്ലേ? പക്ഷേ ഇവരെന്ത് ചെയ്തു, ഇതിനെല്ലാത്തിനെയും കൂടെ യുണൈറ്റ് ചെയ്തിട്ട് UK യുണൈറ്റഡ് കിങ്ഡംസ് എന്ന് പറഞ്ഞു. സോ UK അതായത് യുണൈറ്റഡ് കിങ്ഡംസിൽ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം രാജ്യങ്ങളിൽ ഏകദേശം ലീഗൽ പ്രിൻസിപ്പിൾസ് ഒക്കെ സെയിം ആണ്. അല്ലേ? ഇതാണ് നമ്മുടെ ജൂറിസ്ഡിക്ഷൻ. നമ്മൾ ഇംഗ്ലീഷ് ലോൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. നമുക്കിതിനെ വേണമെങ്കിൽ കോമൺ ലോ എന്നും പറയാം, ഒരു കോമൺ ലോ സിസ്റ്റം ആണെന്നും പറയാം. ഈ കോമൺ ലോ അല്ലെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് ലോൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത, അത് രണ്ട് രീതിയിൽ വരാം. ഒന്ന് ജഡ്ജ് മെയ്ഡ് ലോ ആണ്, രണ്ടാമത്തത് ജൂറി സിസ്റ്റമാണ്. ആ ജൂറി സിസ്റ്റത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ബ്രാക്കറ്റിൽ എന്താണ്, ബ്രാക്കറ്റിലല്ല, ജൂറി സിസ്റ്റം ഫോർ ക്രിമിനൽ കേസസ്. സോ നമ്മളെ കേസ്, നമ്മൾ നിയമങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ കേസുകൾ എന്തായാലും ഡെഫിനറ്റ്ലി വരും. അപ്പോൾ നമ്മളെ നിയമങ്ങൾ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവിടെ വരുന്ന സിസ്റ്റമാണ് ജൂറി സിസ്റ്റം. എന്നാൽ നേരെ മറിച്ച് സിവിൽ കേസുകളാണെങ്കിൽ ജഡ്ജ് മെയ്ഡ് ലോ ആണ്. അപ്പോൾ എന്താണ് ജഡ്ജ് മെയ്ഡ് ലോ, എന്താണ് ജൂറി സിസ്റ്റം നോക്കാം. ജഡ്ജ് മെയ്ഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഈസ് ഡെവലപ്ഡ് ത്രൂ ഡിസിഷൻസ് ഓഫ് ജഡ്ജസ്. ജഡ്ജസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവും. ഒരു കേസ് കോടതിയിൽ വന്നു, കേസിൻ്റെ എല്ലാ വിവരങ്ങളും കേട്ടറിഞ്ഞു വിധി നിർണ്ണയിക്കണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്തിട്ട് സ്പെസിഫിക്കലി ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് അവിടെ എന്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അവിടെ ഏത് വിധിയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, ജഡ്ജ് എന്ത് ചെയ്യും, ഒരു ഡിസിഷൻ എടുക്കും. അതാണ് ജഡ്ജ് മെയ്ഡ് ലോ. ജഡ്ജ് ഉണ്ടാക്കുന്ന നിയമം. അയാളെ തൂക്കിക്കൊല്ലണ്ട, ഇയാളെ തൂക്കിക്കൊല്ലണം, ഇയാൾക്ക് ഫൈന് കൊടുത്താൽ മതി, ഇയാൾക്ക് ഫൈന് കൊടുക്കണ്ട, ഇയാൾക്ക് ഫൈനിന് പകരം ജയിൽ ശിക്ഷ മതി. ജഡ്ജാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. കോർട്സ് ഐഡൻറ്റിഫൈ ആൻഡ് അപ്ലൈ ലീഗൽ പ്രിൻസിപ്പിൾസ് ഫ്രം പാസ്റ്റ് കേസസ്. കോടതി എന്ത് ചെയ്യും, മുന്നേ നടന്ന കേസുകളിലുള്ള വിധികളും പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസും ഒക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യും മുന്നോട്ടുള്ള കേസുകളിൽ. മുന്നേ നടന്ന വിധികളൊക്കെ നോക്കിയിട്ട് മുന്നോട്ടേക്കുള്ള പണ്ട് നടന്ന കേസിലെ വിധികളും കാര്യങ്ങളും നോക്കിയിട്ട് മുന്നോട്ടേക്കുള്ള കേസുകളിൽ എന്ത് ചെയ്യും,
അപ്ലൈ ചെയ്യും. ഇതാണ് ജഡ്ജ്മെൻറ്റ് ലോ. അപ്പോൾ ജൂറി സിസ്റ്റം എന്താണ്? ദ അക്യൂസ്ഡ് ഹാസ് ദ റൈറ്റ് ടു ബി ട്രൈഡ് ബൈ എ ജൂറി. ക്രിമിനൽ കേസുകളാണല്ലേ, കൊലപാതകം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കൊലപാതകം ചെയ്തു. കൊലപാതകം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബാഡാണല്ലേ. സോ ഞാനൊരു കൊലപാതകം ചെയ്തു. സോ ഞാൻ കോടതിയിൽ പോയിട്ട് എനിക്ക് വേണ്ടി എൻ്റെ വക്കീൽ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ ഹാവ് എ റൈറ്റ് ടു ബി ട്രൈഡ് ബൈ എ ജൂറി. അതായത് എൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി എൻ്റെ വക്കീൽ വാദിച്ചു, ഓപ്പോസിഷൻ വക്കീൽ വാദിച്ചു. ഈ കാര്യങ്ങളൊക്കെ ജഡ്ജ് കേട്ട് കഴിഞ്ഞാൽ ജഡ്ജല്ല തീരുമാനമെടുക്കുക. ജൂറി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ട് മനസ്സിലാക്കണം. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. കിഡിലൻ സീരീസാണ്. മൈക്രോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെ ഉണ്ട്. ഹാർവി സ്പെക്ടർ. കിഡിലൻ സീരീസാണ്. പറ്റുന്നവരത് കാണുക. അത് കണ്ടിട്ട് അതിൽ അഡിക്റ്റായി പോരുത്. ഒരുപാട് സീസൺസ് ഉണ്ട്, ഒരുപാട് എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേപ്പറിലുള്ള ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പല ടോപ്പിക്കുകളും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സ്യൂട്ട്സിലുള്ള എന്തെങ്കിലും ഒരു റെഫറൻസുകളൊക്കെ പറയും ചിലപ്പോൾ. ഓക്കെ, അത് വിചാരിച്ച് സാറ് പറഞ്ഞിട്ട് സ്യൂട്ട്സ് കാണാനെന്ന് പറഞ്ഞിട്ട് പോയി സ്യൂട്ട്സ് കാണാൻ നിൽക്കണ്ട. പറ്റുകയാണെങ്കിൽ കാണാം, അഡിക്റ്റ് ആവേണ്ട. അപ്പോൾ ജൂറി സിസ്റ്റം ഞാൻ പറഞ്ഞു തന്നു. ജൂറി സിസ്റ്റം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു സീരീസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുണ്ടാവും, അയാളുടെ അഡ്വക്കേറ്റ് ഉണ്ടാവും, ലോയർ ഉണ്ടാവും, ഓപ്പോസിഷൻ ലോയർ ഉണ്ടാവും, ജഡ്ജ് ഉണ്ടാവും, ബാക്കിൽ ഒരുപാട് ആൾക്കാർ വിധി കേൾക്കാൻ വന്നിട്ടുള്ള ജനറൽ പബ്ലിക് ഉണ്ടാവും, മറ്റ് ലോയേഴ്സ് ഉണ്ടാവും. ആൻഡ് സൈഡിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് 15 സാധാരണക്കാരായിട്ടുള്ള, നോളജബിൾ ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു 15 ആൾക്കാരുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ജൂറി എന്ന് പറയുന്നത്. ക്ലിയർ? ജൂറി എന്ന് നമ്മൾ പറയുന്നത് അവർക്കാണ്. അപ്പോൾ ജഡ്ജല്ല തീരുമാനങ്ങൾ എടുക്കുക. ഒരു ജൂറിക്ക് ഈ കേസ് കൈമാറിയിട്ട് അവർ ഡിസ്കസ് ചെയ്ത് അവരൊരു ഫൈനൽ ഡിസിഷൻ പറയലാണ്. ആ ജൂറിയാണ് ഡിസൈഡ് ചെയ്യുക ഗിൽറ്റി അല്ലെങ്കിൽ നോട്ട് ഗിൽറ്റി. അവർ കേസ് കേട്ട് മനസ്സിലാക്കി ഈ 15 ആൾക്കാരുടെ ഗ്രൂപ്പ് തീരുമാനിച്ച് അവസാനം തീരുമാനം പറയും ദ അക്യൂസ്ഡ് ഈസ് ഗിൽറ്റി അല്ലെങ്കിൽ ദ അക്യൂസ്ഡ് ഈസ് നോട്ട് ഗിൽറ്റി ബേസ്ഡ് ഓൺ ദ എവിഡൻസ്. സോ ജൂറി സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ജഡ്ജ്മെൻറ്റ് ലോ, ജഡ്ജ് സിസ്റ്റം, കോർട്ട് സിസ്റ്റം മറ്റൊരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഈ ഇംഗ്ലീഷ് ലോ ഉള്ളതിനെ കൊണ്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് എന്താണ്? ഈ ഇംഗ്ലീഷ് ലോ എന്ന് പറയുന്നത് മറ്റ് പല കൺട്രീസിനും ഒരു മോഡലായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ USA, ഇന്ത്യ. ഈ സ്യൂട്ട്സ് USA-ലാണ് നടക്കുന്നത്. അപ്പോൾ UK എന്നുള്ള ആ ഒരു ജൂറി സിസ്റ്റമാണ് അവരങ്ങോട്ടേക്ക് ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ USA, ഇന്ത്യ, ഓസ്ട്രേലിയ, കാനഡ, സൗത്ത് ആഫ്രിക്ക ഇത്തരം രാജ്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ലോയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരധികം ഇതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്? ഇൻ്റർനാഷണൽ കോൺട്രാക്റ്റുകളുടെ കാര്യങ്ങളിൽ, ഷിപ്പിംഗ് കോൺട്രാക്റ്റുകളുടെ കാര്യങ്ങളിൽ, ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളിലും. ഇതെന്തിനാണ് ഇവർ യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് വെൽ ഡെവലപ്ഡ്. കൃത്യമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള, നമുക്ക് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമം, ഒരു സിസ്റ്റമാണ് ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റം, ഇംഗ്ലീഷ് ലോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരം രാജ്യങ്ങൾ അത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ്, ഭരണഘടനാ സംബന്ധമായ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. UK-യിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. അതായത് ഭരണഘടനയാണ് അവിടെ എന്ത് ഏറ്റവും വലുത്. ചാൾസ് III, കിങ് ചാൾസ് III എന്ന് പറയുന്ന ആളാണ് അവിടെ ഏറ്റവും പ്രയോറിറ്റി കൂടിയ ആൾ. മൊണാർക്ക് എന്ന് പറയപ്പെടുന്നത് ഈ ചാൾസ് എന്ന് പറയുന്ന ആളായിരിക്കും. ദ ക്രൗൺ എന്ന് അയാളെ വിളിക്കാം, അപ്പോളിറ്റിക്കൽ എന്ന് അയാളെ വിളിക്കാം, ന്യൂട്രൽ പേഴ്സൺ എന്ന് അയാളെ വിളിക്കാം എന്നൊക്കെ പറയാം. എന്നാൽ പ്രധാനമായിട്ട് അവർ പറയുന്നൊരു പോയിന്റ് എന്താണ്? UK ഹാസ് നോ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയുടെ ഭരണഘടന ആരായിരിക്കും? ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ UK-ക്ക് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അവിടെ എന്താണ്? ഇറ്റ് ഫോളോസ് പാർലമെൻറ്റ് സോവറേനിറ്റി.
സുപ്പീരിയോറിറ്റി ആർക്കാണ്? പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റിനാണ് സുപ്പീരിയോറിറ്റി ഉള്ളത്. പാർലമെൻ്റ് ആണ് സുപ്രീം ലോ മേക്കിംഗ് ബോഡി. ഏറ്റവും പവറുള്ള ലോ മേക്കിംഗ് ബോഡി പാർലമെൻ്റ് ആണ്. പാർലമെൻറ്റിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഭരണഘടന ഇല്ല. ഭരണഘടന നോക്കിയിട്ടല്ല. നോക്കാൻ ഭരണഘടനയില്ല. അതുപോലെ തന്നെ അഡീഷണലി ദ കോർട്സ് കെൻ നോട്ട് ചാലഞ്ച് ദ ആക്ട്സ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കോടതികൾക്ക്, അതായത് ജൂറി സിസ്റ്റത്തിനോ ജഡ്ജ് മെയ്ഡ് ലോസിനോ പാർലമെൻറ്റ് പറഞ്ഞ കാര്യത്തിന് ചാലഞ്ച് ചെയ്യാനുള്ള അവകാശമില്ല. ഓക്കെ, സോ പാർലമെൻറ്റാണ് അവിടുത്തെ ഏറ്റവും വലുത്. അവിടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. പാർലമെൻറ്റ് സോവറൈനിറ്റിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. കോടതികൾക്ക് പാർലമെൻറ്റിനെ ചാലഞ്ച് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്താണ് പാർലമെൻറ്റ് അവിടുത്തെ? അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇനി പറയുന്നത്. പാർലമെൻറ്റിൻ്റെ സ്ട്രക്ചർ 2 ചേമ്പേഴ്സാണ്. ബൈക്യാമറൽ എന്ന് പറയും. 2 ചേമ്പേഴ്സ് ഉണ്ടാവും. ഹൗസ് ഓഫ് ലോർഡ്സും ഉണ്ടാവും, ഹൗസ് ഓഫ് കോമൺസും ഉണ്ടാവും. ഈ ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസും ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞിട്ടുള്ള കിങ് ചാൾസ് III, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അയാളാണ് ക്രൗൺ. ഇവർ 3 ആളും കൂടെ കൂടിയതാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഹൗസ് ഓഫ് കോമൺസ്, ഹൗസ് ഓഫ് ലോർഡ്സ്, ദ ക്രൗൺ, ദേ ടുഗദർ ഈസ് ദ പാർലമെൻറ്റ്. ഇതാണ് പാർലമെൻറ്റിൻ്റെ സ്ട്രക്ചർ. അതിൽ ക്രൗൺ ആരാണ് എന്ന് നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷ് രാജകുടുംബത്തിലുള്ള ആളായിരിക്കും ചാൾസ് രാജകുമാരൻ. അതാണ് കിങ് ചാൾസ്. ഇനിയുള്ളത് ഹൗസ് ഓഫ് കോമൺസും ഹൗസ് ഓഫ് ലോർഡ്സും ആണ്. ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള MPs പോലെ, മെമ്പർ ഓഫ് പാർലമെൻറ്റ് പോലെ, ജനറൽ പബ്ലിക് വോട്ട് ചെയ്ത് ഹൗസ് ഓഫ് കോമൺസിലുള്ള ആൾക്കാരെ തീരുമാനിക്കും. ഏറ്റവും കൂടുതൽ MP ഉള്ള ആൾക്കാർ അവരുടെ പ്രൈം മിനിസ്റ്ററിനെ തീരുമാനിക്കും. ഹൗസ് ഓഫ് ലോർഡ്സിൽ അതുപോലെ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. 790 മെമ്പേഴ്സ് ഉണ്ടാവും ഹൗസ് ഓഫ് ലോർഡ്സിൽ. PM-ൻ്റെ അഡ്വൈസ് പ്രകാരം, പ്രൈം മിനിസ്റ്ററിൻ്റെ അഡ്വൈസ് പ്രകാരം മൊണാർക്കായിരിക്കും ഇതിലുള്ള മിക്ക ആൾക്കാരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടാവും. ആരാണ് എന്താണെന്നൊന്നും പഠിക്കാനില്ല. പിന്നെ UK നമുക്ക് 2 ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റ്സ് ഉണ്ട്. റീജിയണൽ ഗവൺമെൻറ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്. റീജിയണൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലാൻഡ്, അതായത് അവരുടെ അസംബ്ലീസ് ആണ്. അതായത് മോസ്റ്റ്ലി കൺട്രീസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഏരിയ ആണ് റീജിയൺ. ലോക്കൽ ഗവൺമെൻറ് നമ്മളെ പഞ്ചായത്ത്, മുനിസിപ്പലൊക്കെ പോലെ ലോക്കൽ കൗൺസിൽസ് ആണ്. ഓക്കെ, 2 ടൈപ്പ് നമ്മളിവിടെയൊക്കെ ഉള്ള പോലെ തന്നെയാണ് സെയിം. അപ്പോൾ ഇവരായിരിക്കും ഈ റീജിയണൽ ഗവൺമെൻറ്റും അതുപോലെ ലോക്കൽ ഗവൺമെൻറ്റും ഇവരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മളെ ബിൽഡിങ്സിൻ്റെ റൂൾസ്, പബ്ലിക് ഹൈജീൻ, നാട്ടിൽ വൃത്തി, വെടിപ്പ്, കോർപ്പറേഷൻ ടാക്സ് കളക്ട് ചെയ്യുന്നത്, ലോക്കൽ ടാക്സ്, റോഡുകൾ എങ്ങനെ വേണം, വീടുകൾ എങ്ങനെ വേണം, പരിസ്ഥിതി എങ്ങനെ വേണം, അതായത് പഞ്ചായത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പ് പോലെ തന്നെ. പിന്നെ മറ്റൊന്നാണ് ജുഡീഷ്യറി, അതായത് ജഡ്ജസ്. പ്രൊഫഷണൽ മെറിറ്റിൽ LLB പഠിച്ചിറങ്ങി ഇന്ത്യയിൽ. എനിക്ക് അവിടുത്തെ അറിയില്ല, അവിടെ ഇങ്ങനെ തന്നെ ആണോ അറിയില്ല. അവിടെ എനിക്ക് തോന്നുന്നു ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ആ സ്യൂട്ട്സിൽ ഭയങ്കര പ്രശ്നം നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഹവാർഡ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ലോയേഴ്സിനാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽ മെറിറ്റിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ജഡ്ജസ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് കുറച്ച് ജനറൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. നമുക്ക് എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇനിയാണ്. വാട്ട് ഈസ് ലോ എന്ന് പറയുന്നത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെയുള്ളത് എക്സാമിന് ആവശ്യമില്ല എന്നല്ല, ഇതറിഞ്ഞാലേ നിങ്ങൾക്ക് ഇനി വാട്ട് ഈസ് ലോ മുതലുള്ള കാര്യങ്ങൾ കണക്റ്റ് ആവുകയുള്ളൂ, മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ അങ്ങനെ അതിൻ്റെ പെട്ടെന്ന് അടുത്ത വീഡിയോയിലേക്ക് പോവാം. നമുക്ക് അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം.